ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മളൊരു വീക്കെൻഡ് വ്ളോഗാണ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയമല്ല. അപ്പോൾ സൺഡേ ആയിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ചെറായി ബീച്ചിൽ പോയി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ്. ഏകദേശം ഒരു 8 മണി കഴിഞ്ഞു നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും. നല്ല തിരക്കാണ്, നല്ല വൈബായിട്ടുള്ള കുറേ ലൈറ്റ്സും കാര്യങ്ങളും പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ബീച്ചിന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ കാറ്റാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബീച്ചുണ്ട്. അപ്പോൾ അവിടെ പോയി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ബീച്ചിൽ പോയിരുന്നു. ലൈറ്റൊക്കെ കണ്ടിട്ട് എത്ര കണ്ടിട്ടും മതി വരുന്നില്ല, അത്രയ്ക്ക് നല്ല രസമായിട്ടുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ ചിലവഴിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് കറക്റ്റ് എക്സാക്റ്റ് ബീച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ DJ പരിപാടി നടക്കുകയാണ്. അടിപൊളി പരിപാടി എന്ന് തന്നെ പറയാം. എല്ലാവരും എൻജോയ് ചെയ്തിട്ട് ആടി തിമിർത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ പരിപാടിക്ക് അല്ലെങ്കിൽ നമ്മളൊരു ബീച്ചിലൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിഷമങ്ങളൊക്കെ നമുക്ക് മറക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ ഒരു ദിവസം വൈകിട്ടൊക്കെ ഒന്ന് ബീച്ചിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക അനുഭവമാണ്. വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ നമുക്കിങ്ങനെ സമാധാനമായിട്ടിരിക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇതൊരു ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫെസ്റ്റ് നടക്കുവാണ്, ബീച്ച് ഫെസ്റ്റ് നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകും. ഇന്നത്തെ പരിപാടി DJ ആണ്. നല്ല ഒന്നാന്തരം പരിപാടിയായിരുന്നു. ഞാനും ചേട്ടായൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് ഡാൻസൊക്കെ കളിച്ചു. ഒത്തിരി പേര് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ശരിക്കും എൻജോയ് ചെയ്തെന്ന് പറയാം. ഒരു ഫെസ്റ്റിവൽ മൂഡായിരുന്നു അത്. അങ്ങനെ കുറേ നേരം നമ്മളതൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് ഒരു 10-11 10 ആയിട്ടുണ്ടാവും വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കാരണം പരിപാടി തീരുന്ന സമയത്ത് നമ്മൾ പോരാൻ നിൽക്കുവാണെങ്കിൽ നല്ല തിരക്കും ബ്ലോക്കും കിട്ടും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ വീട്ടിലോട്ട് പോരാൻ വേണ്ടിയിട്ട് തിരിച്ചു. കാരണം നല്ല ബ്ലോക്ക് കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി. അങ്ങനെ വീണ്ടും നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോഴും റോഡിൻ്റെ അപ്പുറവും 2 വശത്തും നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഫീലിംഗ് എന്ന് തന്നെ പറയാം. ഇങ്ങനെ ലൈറ്റ് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു ബർത്ത്ഡേ പ്ലസ് ഒരു വീക്കെൻഡ് ആയിരുന്നു ഇത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിലടുത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ എല്ലാവരും പോയി അതൊക്കെ അറ്റൻഡ് ചെയ്യുക. കാരണം ഒരു വല്ലാത്ത സന്തോഷമാണ്.